ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു, ചേലക്കരയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ കേരളത്തിന്റെ പൊതുസമൂഹമാകട്ടെ, മാധ്യമ സമൂഹമാകട്ടെ, ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഗൗരവമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. കേരളത്തിലെ തീരദേശം മുതൽ മലനാട് വരെ, അല്ലെങ്കിൽ കാട് മുതൽ കടൽ വരെ തിരിച്ചെടുത്താലും ഒരുപാട് പാരിസ്ഥിതിക ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. നാഷണൽ ഹൈവേകൾ പണിയുന്നു, വ്യാപകമായി മരങ്ങൾ മുറിച്ചിടുന്നുണ്ട്. ആരുടെ വാർത്തയല്ല. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി വന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, വ്യാപകമായിട്ടാണ് മരങ്ങൾ മുറിക്കുന്നത്. ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വയനാടിൽ ടണൽ വരുന്നു, അതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചോ അത് വേണോ വേണ്ട നന്മയെ തിന്മയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. സീപ്ലെയിൻ വന്നു, അത് ഉദ്ഘാടനം കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. മത്സ്യത്തൊഴിലാളി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഒരു മാധ്യമവും ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. ചെറിയ വാർത്തകളൊക്കെ വരുന്നുള്ളത് സീരിയസ് ആയി വരുന്നില്ല. ശബരിമലയിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് ആണ് ഓരോ വർഷവും ചെല്ലുന്നത്. 23 ടൺ പ്ലാസ്റ്റിക് ഒക്കെയാണ് ചെല്ലുന്നത്. വലിയ പാരിസ്ഥിതിക ദുരന്തത്തിലാണ്. അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളാണ് ശബരിമല കാടുകളിലും പമ്പയുടെ തീരത്തും ഒക്കെ നടക്കുന്നത്. ആരും വലിയ ചർച്ചയാവുന്നില്ല. മാടായിപ്പാറ, അതീവ ഗുരുതരമായിട്ടാണ് മാടായിപ്പാറ അനുദിനം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ആരും ചർച്ച ചെയ്യുന്നില്ല. മലബാർ പ്രദേശത്തെയാണ്. തീരദേശത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. വിഴിഞ്ഞം ഉത്തരവുമായി ബന്ധപ്പെടുത്തി അവിടെ കുറെ ആളുകളെ പുനരധിവസിപ്പിക്കണം. അതൊന്നും നടക്കുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ ഈ സൈലന്റ് വാലി കഴിഞ്ഞതിന് ശേഷം സൈലന്റ് വാലിയിൽ പത്രങ്ങളും സാഹിത്യകാരന്മാരും സംസ്കാര രംഗങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്നു. പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്നു സൈലന്റ് വാലിയെ സംബന്ധിച്ച്. അതിനുശേഷം ഇപ്പൊ കേരളത്തിൽ വരുന്ന ഏതൊരു പാരിസ്ഥിതിക വിഷയം എടുത്താലും, കേരളത്തിന്റെ കാലാവസ്ഥ മാറ്റം എടുത്താലും, കേരളത്തിലെ ദുരന്തങ്ങൾ എടുത്താലും, അതൊന്നും കൃത്യമായി വാർത്തകളായി അജണ്ടകളായി വരുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. ഞാനൊരു മാധ്യമത്തെയും വിമർശിക്കുന്നതല്ല. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയായി ഇത് വരേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ കാലാവസ്ഥ മാറ്റം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആഗോളതാപനത്തിന്റെ ദുരന്ത ഫലങ്ങളെല്ലാം നമ്മൾ പേറുന്നൊരു സമൂഹമാണ്. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വയനാട് ദുരന്തം നമ്മൾ ചർച്ച ചെയ്യുന്നു, അത് വേറെ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അല്ലാതെ ഇനിയും ദുരന്തങ്ങൾ വരാതിരിക്കാൻ വയനാട് എന്ത് ചെയ്യണം നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇനിയും ഒരു പ്രളയം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്താണ്? ഒരു ചർച്ചയുമില്ല. റൂം ഫോർ റിവർ നമ്മൾ പറഞ്ഞു, ഇപ്പൊ എവിടെയാണ്? റീബിൽഡ് കേരള എവിടെയാണ്? റീബിൽഡ് കേരള എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ? ഇതൊന്നും ഇപ്പൊ കാണാനില്ല. മതസംഘടനകളുടെയും സാമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും കാര്യങ്ങളുടെ പോയി അത്തരം പ്രവർത്തനങ്ങളുടെ മേഖലകളിലേക്കൊക്കെ പോയി ഏത് വിഷയത്തെ കിട്ടിയാലും അതിനെ മതസ്പർദ്ധയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രധാനമായി കേരളം ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മാതൃകാ പ്രവർത്തന പ്രോജക്റ്റുകളെ സംബന്ധിച്ച്, അത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കേണ്ടതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഓഞ്ഞിപ്പുഴ, ആലുവയ്ക്കടുത്തുള്ള 2 പഞ്ചായത്താണ് അതിനകത്ത് ആ പുഴ നികത്തുന്നതിനും പുഴ നശിപ്പിക്കുന്നതിനും കൂട്ടുനിൽക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 2 പഞ്ചായത്തിനെ കുറിച്ചാണ് പരാതി വന്നിരിക്കുന്നത്, ജനങ്ങൾക്ക് ആക്ഷേപമുള്ളത്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ആ പുഴയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുന്നതിൽ, നമ്മുടെ മലകളെ സംരക്ഷിക്കുന്നതിൽ, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ, കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ, അതിനനുസരിച്ച് ജനങ്ങളെ സജ്ജമാക്കുന്നതിൽ, ഇപ്പൊ മഴ മാറി. ഈ സീസണിൽ മഴയുടെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യത്യാസം നമുക്ക് ഇനി അടുത്ത വരൾച്ചയായിട്ടാണോ അല്ലെങ്കിൽ ഇനി വലിയ മഴ വരുമോ അത് പ്രളയമാക്കുമോ എന്ന് നമുക്കറിയില്ല. ഇത്തരം ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നില്ല. അപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും തീർച്ചയായും നിങ്ങൾ കുറച്ച് സ്പേസ് കാലാവസ്ഥാ മാറ്റത്തിനും ആഗോളതാപനത്തിനും പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പരിസ്ഥിതി സൗഹൃദ കേരളം രൂപപ്പെടുത്തുന്നതിനും ഒക്കെ ഫോർഡേഴ്സിന്റെ ലിസ്റ്റിൽ വന്ന എന്താണ്? കേരളത്തിലേക്ക് 2025 ആരും പോകരുതെന്നാണ്. പ്രത്യേകിച്ച് വേമ്പനാട്ട് കായലിൽ അതിഗുരുതരമായ മാലിന്യമാണ്. ആരും പോകരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് മലയോര ടൂറിസം പോകരുതാരും എന്നാണ് ബോർഡേഴ്സിന്റെ ലിസ്റ്റിൽ കിടക്കുന്നത്. അതൊക്കെ നോക്കിയിട്ടാണ് വിദേശികൾ ഇവിടെ വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് ഈ ലിസ്റ്റും കൂടെയൊക്കെ നോക്കിയിട്ടാണ്, സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ ലോകത്ത് പൊയ്ക്കൂടാത്ത 10-15 രാജ്യങ്ങളുടെ 10-15 പ്രദേശങ്ങളുടെ ലിസ്റ്റ് വന്നതിൽ കേരളത്തിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നു. നോ വിസിറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾക്ക് വാർത്തയല്ല, ഇതൊക്കെ നമുക്ക് വാർത്തയാവണം. നെഗറ്റീവായിട്ടല്ല, ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ വളരെ ഗൗരവമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന മാലിന്യ പ്രശ്നം, നവകേരളം എന്താണ്, മാലിന്യമുക്ത കേരളം നവംബർ 1 തുടങ്ങി. എവിടെയാണ് അതിന്റെ ചലനങ്ങൾ കാണുന്നത്? അതിന്റെ ചലനങ്ങൾ കാണാൻ സമയമായില്ലേ? നവംബർ തീരാറായല്ലോ. ക്യാമ്പയിൻ തുടങ്ങുമ്പോഴല്ലേ ചലനങ്ങൾ വരേണ്ടത്. ഒരു ചലനവും കാണുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ 2025 മാർച്ചോടുകൂടി നമ്മൾ മാലിന്യമുക്തമാവുമോ? അപ്പൊ ഈ തരത്തിൽ കേരളത്തിലെ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന, കേരളത്തിലെ മഴയുടെ മാറ്റത്തെ സംബന്ധിക്കുന്ന, കാലാവസ്ഥ മാറ്റത്തെ സംബന്ധിക്കുന്ന, പ്രകൃതിയുടെ വിഭവങ്ങളുടെ സംരക്ഷണത്തിൽ വരുന്ന കുറവിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരുപാട് സ്പേസ്, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ചർച്ചകൾ, ഒരുപാട് പരിപാടികൾ നമ്മുടെ ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഏറ്റെടുക്കണം. ഡൽഹിയിലെ വാതകം കൂടുന്നതിനെ കുറിച്ചും അവിടെ വായുമലിനെ കുറിച്ചും നമ്മൾ ആശങ്കപ്പെടുന്നു. എന്തുകൊണ്ട് കളമശ്ശേരിയിലെ മേഘവിസ്ഫോടനത്തെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല? മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല? കഴിഞ്ഞ വർഷത്തെ കൊച്ചിയിലെ കണക്കെടുക്കുമ്പോൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട പട്ടണങ്ങളിൽ പെട്ടതാണ് കൊച്ചി. നമുക്കത് വിഷയമല്ല. കൊച്ചിയിലെ വെള്ളപ്പൊക്കം നമ്മളിപ്പോൾ ചർച്ചയേയില്ല. നമുക്ക് തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, പ്രളയം, ഇതൊന്നും നമുക്ക് ചർച്ചയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് പ്രധാന അജണ്ടകളായി വരേണ്ടത്. പുതിയ വികസന കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുതിയ കേരളത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളെ അലർട്ട് ചെയ്യണം. കാലാവസ്ഥ മാറ്റത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകണം. അതുപോലെ തന്നെ ആഗോളതാപനത്തിന്റെ കെടുതികൾ എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നതെന്ന് നാം പഠിക്കണം, അത് പ്രചരിപ്പിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി പബ്ലിക്കിൽ സ്പേസ് ഇല്ല എന്നുള്ളതാണ് എന്നെ പോലുള്ളവരുടെ പരാതി. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കുഞ്ഞു പ്രദേശത്തിന്റെ കണക്കുകൾ എടുത്താൽ, പാറമടയെക്കുറിച്ച് എടുത്താലും, അതിനെതിരെയുള്ള സമരങ്ങളായാലും, ഞാൻ ഈ പറഞ്ഞ മാടായിപ്പാറയായാലും, പുഴ നികത്തലായാലും, പുഴയുടെ കയ്യേറ്റമായാലും, വെള്ളായണിക്കായലിനെ കുറിച്ച് വളരെ മോശമായ വാർത്തയാണ് 2-3 ദിവസമായി പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കായലുകളെ കുറിച്ചായാലും ഇതെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതും കൂടി ചർച്ച ചെയ്യുന്ന സ്പേസ് തീർച്ചയായും നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് വരുന്ന തലമുറയ്ക്ക് കൂടുതൽ ആരോഗ്യത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞൊരു ദിവസത്തെ പത്രവാർത്ത അനുസരിച്ച് 1.5 ലക്ഷം പേർക്കാണ് പനി. ഒരു സീസണിൽ 1.5 ലക്ഷം പേർക്ക് കേരളത്തിൽ പനിയാണ്. അത് റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്യാത്ത എത്ര പേരുണ്ടാവും? അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകൾ നിറയുകയാണ്. ഇപ്പൊ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലാവസ്ഥയുടെ മാറ്റം ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് വീണ്ടും എപ്പോഴാണ് ഇതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കൂടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിൽ നമുക്ക് ഗൗരവമായ ചില ചിന്തകൾ, ചില ചർച്ചകൾ നമുക്ക് കൊണ്ടുവരണം. അത് കേരളത്തിന്റെ പൊതുവികസനത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ആരാർക്കും മതസംഘടനകളും ജാതി സംഘടനകളും വോട്ട് ചെയ്ത കഥകളും, പിന്നെ സ്ഥാനാർത്ഥികളെ മാറ്റുന്ന കഥകളും, ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളുടെ സംസ്ഥാന പദവി, നേതൃത്വ പദവി, ജില്ലാ പദവി, ഇത്തരം സ്ഥാനമാറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ പൈങ്കിളി വാർത്തകളും മസാല വാർത്തകളും ഒക്കെയാണ് പലപ്പോഴും പത്രങ്ങളിൽ വരുന്നത്. അത് ഒഴിവാക്കി, അല്ലെങ്കിൽ മീഡിയകളിൽ വരുന്നത്. ഞാൻ പത്രം മാത്രം പറയുന്നില്ല. മാധ്യമ ലോകം കൂടുതൽ വിജിലന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ജേർണലിസത്തിലേക്ക് പോകേണ്ട സമയമായി, ഒരു എൻവയോൺമെന്റൽ ജേർണലിസത്തിലേക്ക് പോകേണ്ട സമയമായി. തീർച്ചയായും അത് കേരളത്തിന്റെ നിലനിൽപ്പിൽ ആവശ്യമാണ്. ഭാവിയുടെ നിലനിൽപ്പിനും അത് അത്യാവശ്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൂടി, മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി, കാരണം ഞാൻ എല്ലാ മാധ്യമങ്ങളിലൊക്കെ പോകുന്ന ആളാണ്, അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും, റിപ്പോർട്ടർമാരും എല്ലാവരും ഒരു ഗ്രീൻ ജേർണലിസത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.